ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിന്റെ 15, 16 വചനങ്ങൾ. ആരൊക്കെ മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട്. ഭൂമിയിലെ അപ്പനും അമ്മയും നമ്മെ കൈവിട്ടെന്ന് വരാം. സ്വന്തമെന്ന് കരുതിയവർ അകന്നുപോയി എന്ന് വന്നേക്കാം. സ്നേഹിതർ മറന്നുപോയേക്കാം. ഭൂമിയിലുള്ള നിന്റെ അപ്പൻ മൺമറഞ്ഞു പോയാൽ സ്വർഗത്തിലെ അപ്പൻ നിന്റെ കരം പിടിക്കും. ആരും സഹായമില്ലാതെ വരുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ നിന്റെ സഹായകനാകും. നീ കണ്ണടയ്ക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും നിന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ കരം കൂപ്പുമ്പോൾ സ്വർഗത്തിൽ നിന്നും നിന്റെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. 73-ാം സങ്കീർത്തനം 23, 24 വാക്യങ്ങൾ. നിന്റെ കണ്ണ് നിറയുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് നിന്റെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവ മോശയോട് പറഞ്ഞു, നീ കരഞ്ഞാൽ ഞാൻ ഇറങ്ങി വരും. എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ട അവസ്ഥയിലാണോ? സകല വാതിലുകളും തുറക്കാനുള്ള താക്കോൽ യേശുവിന്റെ കയ്യിലുണ്ട്. മനുഷ്യർ നിന്റെ മുമ്പിൽ വാതിലടച്ചു കളയാം, എന്നാൽ ദൈവം വാതിൽ തുറന്നു തരും. അവൻ തുറന്നു തന്നാൽ ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. അവൻ അടച്ചു കളഞ്ഞാലോ ആർക്കും തുറക്കാനും സാധ്യമല്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകം കൂടെ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ബലം അപ്പനോ അമ്മയോ മക്കളോ സഹോദരി സഹോദരന്മാരോ സുഹൃത്തുക്കളോ ധനമോ പ്രശസ്തിയോ ആരോഗ്യമോ കുടുംബ മഹിമയോ അല്ല. നമ്മുടെ ബലം ബലവത്തായ സർവശക്തനായ കർത്താവിലാണ്. 73-ാം സങ്കീർത്തനം രചിച്ച ആസാഫ് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിന്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. 73-ാം സങ്കീർത്തനം 25, 26 വാക്യങ്ങൾ. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിന്നെ മറക്കാതെ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വന്ന് നിന്റെ കരം പിടിച്ച് നിന്നെ വഴി നടത്തിയ എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലരും തഴഞ്ഞപ്പോഴും പാടെ ഉപേക്ഷിച്ചപ്പോഴും എല്ലാവരും മാറ്റി നിർത്തിയപ്പോഴും തകർന്നു പോകുന്ന ജീവിതവേളകൾ നിന്നെ മറക്കാതെ നിന്റെ ചാരെ വന്ന് ദൈവം കരം പിടിച്ച് നടത്തിയത് കൊണ്ടല്ലേ ഇന്നത്തെ സ്ഥിതിയിൽ നീ നിൽക്കുന്നത്. ഒന്നും നീ നേടിയതല്ലല്ലോ, ദൈവം തന്നതല്ലേ. എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് നമ്മെ വഴി നടത്തിയ ദൈവത്തെ നാം എത്രയോ തവണ മറന്നു പോയിട്ടുണ്ട്. എന്നിട്ടും നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മിൽ നിന്നും അകന്നുപോയോ? ഇല്ല. അവന്റെ കണ്ണുകൾ നമ്മെ തന്നെ നോക്കിയിരുന്നു. മടങ്ങി വരും എന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ അരുമ ശിഷ്യരിൽ ഒരാളായ പത്രോസ് പോലും തന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ ദൈവം അവനെ മറന്നുവോ? ഇല്ല. പടയാളികൾ യേശുവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വച്ച് പത്രോസിനെ യേശു കാണുന്നു. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 61-ാമത് വചനം. പത്രോസ് മറന്നാലും പത്രോസിനെ മറക്കാത്ത യേശുവിന്റെ കണ്ണുകൾ പത്രോസിനായി ദാഹിച്ചു. ആ നോട്ടം പത്രോസിന്റെ ആത്മാവിലേക്ക് കുത്തിയിറങ്ങി. ഇന്ന് കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് അനുതാപത്തോടെ കരഞ്ഞ് രക്ഷ നേടി. നാം പാപം ചെയ്ത് അകലുമ്പോഴും ദൈവം നമ്മെ മറക്കുന്നില്ല, തള്ളിക്കളയുന്നതുമില്ല. ആ മിഴികൾ നമ്മെ തന്നെ പിന്തുടരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ആർദ്രതയോടെ യേശു നോക്കി പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. പാപിയായ സക്കായിയെയും യേശു മറന്നില്ല. യേശുവിനെ കാണുവാൻ മരത്തിൽ കയറിയവനെ യേശു കണ്ടു. യേശുവിന്റെ നോട്ടം അവന്റെ കരളലിയിപ്പിച്ചു. എന്തിനേറെ, ക്രൂശിൽ തന്നോടൊപ്പം ക്രൂശിച്ച പാപിയായ കള്ളിനെയും യേശു മറന്നില്ല. അവൻ അനുതപിച്ചപ്പോൾ തന്നോടൊപ്പം പറുദീസയിൽ ഇരിക്കാനുള്ള അത്യുന്നത പദവി അവന് നൽകി. നമ്മുടെ ദൈവം ആരാണെന്ന് നാം അറിയണം. നമ്മെ ഏതൊരവസ്ഥയിലും തള്ളിക്കളയാത്ത ഒരു ദൈവം, പ്രതിസന്ധികളിൽ നമ്മെ കരങ്ങളിൽ എടുത്തു നടക്കുന്ന ദൈവം, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ മാനിക്കുന്ന ദൈവം, നാം പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ നമ്മുടെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് നമ്മെ തന്നെ നോക്കിയിരിക്കുന്ന നമ്മുടെ നല്ല ദൈവം, അനർത്ഥ ദിവസങ്ങൾ നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവം, ആ തിരുസന്നിധിയിലേക്ക് പത്രോസിനെ പോലെ, ആ കള്ളനെ പോലെ അനുതാപത്തോടെ കടന്നു വരാം. നാം യേശുവിന്റെ മുൻപിൽ
കരയണം. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞാൽ അവരുടെ മക്കൾ ലോകരുടെ മുമ്പിൽ കരയേണ്ടി വരികയില്ല. നേരോടെ നടക്കുക. അവരെ ദൈവം മറക്കുകയില്ല. നമുക്ക് വിശ്വസിച്ച് പറയുവാൻ കഴിയും, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നല്ലവനും നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്ക് മുടക്കം വരികയില്ല. 84-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com